ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു ബീഡ്സ് എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്കിലും സ്ലീവിലും ഒക്കെ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ബീഡ്സ് മാത്രം മതിയാകും. ഈ ഒരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, സ്മോൾ സൈസ് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നെക്കിനും സ്ലീവിനും ഒക്കെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേറെ നമുക്ക് ത്രെഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് ഈ ഒരു ബീഡ്സ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നും വരയ്ക്കുന്നതെന്നും ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതുപോലെ പേപ്പറിൽ ഒന്ന് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കണേ കണ്ടോ. ആ ഒരു ഡോട്ട്സിൻ്റെ ഭാഗത്തും ആ ഒരു മുകളിലത്തെ ബോർഡർ ഭാഗത്തും നമുക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. ആ രണ്ട് ലൈനായിട്ടാണ് നമുക്ക് ബീഡ്സ് വർക്ക് വരുന്നത്. മുകളിലും താഴെയും ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. അതായത് താഴെ രണ്ട് ബോർഡർ ലൈൻ ഉണ്ട്, മുകളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് സെൻറ്ററിൽ ഇതുപോലൊരു യു ഷേപ്പിൽ തന്നെ നമ്മൾ നെക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ആ ഒരു ബോർഡർ ഭാഗവും ബീഡ്സ് വർക്ക് വരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ലീവ് ഡിസൈൻ. സ്ലീവും നമ്മൾ നെക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ മുകളിൽ രണ്ട് ബോർഡർ ലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ നമ്മൾ ലൈൻ വരച്ചിട്ട് അതിനകത്ത് രണ്ട് സൈഡിലും ലീഫ്, തൊട്ട് താഴെ രണ്ട് ബോർഡർ ലൈൻ, അതിനുശേഷം വീണ്ടും ലീഫ്. ഫസ്റ്റ് ലീഫ് നമ്മൾ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ തൊട്ട് താഴത്തെ ആ ലീഫുകളൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴത്തെ ആ ഒരു ബോർഡർ ലൈനും ബീഡ്സ് വർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തെ നമ്മളുടെ ഒരു രണ്ട് ലൈൻസൊക്കെ ഞാൻ വരച്ച് കൊടുത്തേക്കുണ്ട്, നമ്മൾ പിക്ചറിൽ കണ്ട പോലെ തന്നെ. എന്നിട്ട് സെൻറ്ററിലെ ആ ഒരു ലൈനുള്ള ഭാഗത്തൊക്കെ നമുക്ക് ലീഫ് വന്നിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റോസ് കളറിലെ ത്രെഡ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ഗ്രീൻ കളറിലെ ആകുമ്പോൾ കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് പോകാം. നിങ്ങൾ മെറ്റീരിയൽ വർക്ക് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലിൻ്റെ കളറാണോ ആ ഒരു കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സും നമുക്ക് ബാക്കിലേക്ക് ആദ്യം ചെയ്തതിൻ്റെ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബീഡ്സ് എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ. അതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ലൈൻ മോഡലിലൊക്കെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ദുപ്പട്ടയ്ക്കും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിസൈൻസ് ഒന്നും നമുക്കിതിനകത്ത് വന്നിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലൈൻസ് നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് ചെയ്യാൻ നമ്മളിപ്പോൾ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ലീഫും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് ഇങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സ്ലീവിന് ഞാൻ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ അങ്ങനെ ചെയ്തു പോയാൽ മതി. നിങ്ങൾക്ക് എത്ര ലെങ്തിലാണോ സ്ലീവ് എടുക്കുന്നത് അതിനനുസരിച്ച് വർക്കും ചെയ്തു പോകാം. അപ്പോൾ ഇതുപോലെ തന്നെ ലീഫുകളൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനാണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്